ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാനും അതുപോലെ തന്നെ പരിചയപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനൊക്കെ പോകുന്നത് നമ്മുടെ ആമസോൺ അലക്സ ഇക്കോ ഷോ 8 കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ റൂം ഓട്ടോമേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഹോം ഓട്ടോമേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ റൂം ഇപ്പോൾ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്, അതായത് സ്മാർട്ട് ഹോം ആക്കിയിട്ടുണ്ട്, സ്മാർട്ട് റൂം ആക്കിയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി അതിന് വാങ്ങിച്ചത് നിങ്ങൾക്കറിയാം, അതിനൊരു നമുക്കൊരു സ്മാർട്ട് അസിസ്റ്റൻ്റ് ആവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് വാങ്ങിക്കാനുള്ളത് ആമസോണിൻ്റെ ഇക്കോ ഷോകളും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഗൂഗിൾ ഹോം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കമ്പാരിറ്റീവ്ലി നോക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി ഡിസ്പ്ലേ ഉള്ള മോഡൽസ് വേണമായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇക്കോ ഷോന് ഇക്കോ ഡോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഡിസ്പ്ലേ സംഭവങ്ങളൊന്നുമില്ല, ചെറിയൊരു സ്പീക്കർ പോലെ സാധനമാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. നമ്മൾ ഇതിനു മുമ്പ് ഇക്കോ ഷോ 5 ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, അതും എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഡിസ്പ്ലേ എത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്ലോക്ക് പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ച സാധനമാണ് നമ്മുടെ അവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഇക്കോ ഷോ 8 ആണിത്. ഇത് ആക്ച്വലി നമുക്ക് ആമസോണിൽ റിഫർബിഷ്ഡ് എഡിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല പ്രൈസിൽ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഒറിജിനൽ മോഡലിന്റെ പ്രൈസ് വരുന്ന ഇക്കോ ഷോ 8 സെക്കൻഡ് ജനറേഷൻ പ്രൈസ് വരുന്നത് 14,000 രൂപയാണ് ആമസോണിലൊക്കെ. എനിക്ക് ആക്ച്വലി റിഫർബിഷ്ഡ് ഒരു സെല് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രൊസസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, രണ്ടിനും മാത്രമേ ഉള്ളൂ, വേറെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. ഡിസ്പ്ലേയും ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, ക്യാമറയുടെ വലിയ നമ്മൾ യൂസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, വീഡിയോ കോളിന് സംഭവം ഈ സാധനം ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി സെയിൽസിന് ഓർഡർ ചെയ്ത് ആ സമയത്ത് എനിക്ക് ഈ സാധനം ഇക്കോ ഷോ 8 എനിക്ക് 5,300 രൂപയ്ക്ക് കിട്ടിയപ്പോൾ അത് ഒരു കിടിലൻ ഡീൽ തന്നെ വേണമെങ്കിൽ പറയുന്നു. പക്ഷെ നമുക്ക് ഫസ്റ്റ് വന്ന പ്രൊഡക്റ്റ് ഡെഡ് അറൈവലായിരുന്നു. അത് എന്നിട്ട് നമുക്ക് ആമസോൺ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെ റിഫർബിഷ്ഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ റീപ്ലേസ്മെന്റ് ചെയ്ത് തന്നു. ഇപ്പോൾ ഈ റീപ്ലേസ്മെന്റ് എനിക്ക് ഇന്നലെ കാലത്ത് തന്നെ കിട്ടി. അത് നല്ല ഒറിജിനൽ പീസ് പോലെയൊക്കെ തന്നെ ഉണ്ട്, ചെറുതായിട്ടൊരു ലാഗും സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇനീഷ്യലി. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് നമ്മൾ റിഫർബിഷ് വാങ്ങിച്ചാലും പുതിയത് വാങ്ങിച്ചാലും നമുക്ക് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്നുണ്ട്. അതാണ് വേറൊരു അട്രാക്റ്റീവ് സാധനം. ഇതിന് ആക്ച്വലി ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് വരുന്ന 9,000 രൂപയാണ്, റിഫർബിഷിന് 9,000 രൂപയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. എനിക്കത് 5,000 രൂപയ്ക്ക് അന്ന് കിട്ടിയത്. ഞാനത് കാണിച്ചു തരാം, എൻ്റെ ഫോണിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ബൈയിങ് പ്രൈസ് ചെയ്തതും ഇപ്പോഴത്തെ പ്രൈസും വ്യത്യാസം. അപ്പോൾ അത് ഞാൻ അന്ന് സെയിൽസിൻ്റെ സമയത്താണ്, അതുകൊണ്ട് തന്നെയാണ് ചാടി കയറി ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കറിയാം ഇതിന് നല്ല പ്രൈസ് കൂടും ഈ സെയിൽസ് കഴിഞ്ഞാന്ന്. പിന്നെ നമുക്ക് ആദ്യം വന്നത് ഭയങ്കര മോശം പാക്കേജിങ് സംഭവമൊക്കെ ആയിരുന്നു. നമ്മുടെ പാക്കേജിൻ്റെ ഉള്ളിൽ സാധനം തുറന്നൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അത് കംപ്ലൈൻറ്റ് ചെയ്തു. അവരത് കറക്റ്റ് എടുത്തിട്ട് നല്ല സാധനം പാക്കേജ് അയച്ചു തന്നു. കോറിൽ ഒരു സംഭവം ഇല്ല, കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പുതിയ സാധനം പോലെ തോന്നുള്ളൂ, സ്ക്രാച്ചോ അങ്ങനെ സംഭവമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം, അതിൻ്റെ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം. കുറച്ച് ടൈം എടുത്തു കിട്ടാം, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ റീപ്ലേസ്മെന്റ് ആയി. അല്ലെങ്കിൽ തന്നെ ഇത് ഓർഡർ ചെയ്തിട്ട് റിഫർബിഷ്ഡ് നമുക്ക് ഡെലിവറി ഡേറ്റ് അത്യാവശ്യം ലേറ്റ് ആയിട്ടുള്ള ഡെലിവറി ആണ്. ഞാനത് എൻ്റെ ഈ ഓർഡർ ഡീറ്റെയിൽസ് ഇക്കോ ഷോ 8 ഉണ്ട്. ഇത് ജനറേഷൻ 1 ആണ്, അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ 5,300 രൂപയ്ക്ക് കിട്ടാന്ന് പറയുമ്പോൾ നല്ല ഒരു ഡീൽ തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സാധനത്തിന് 9,300 രൂപയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഇക്കോ ഷോ 10 ആണ്, അത് 10 ഇഞ്ചിൻ്റെ ആണ്. അത് പക്ഷേ 25,000 രൂപയ്ക്കാണ്, അത് തീരെ വെറുത്തല്ല 25,000 രൂപയ്ക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് നമുക്ക് ഒന്നുണ്ടാകുന്നത്. അപ്പോൾ ഞാനത് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ MRP ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ജനറേഷൻ 1 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 11,000 രൂപയാണ്. എന്താ വെച്ചാൽ ഇക്കോ ഷോ 8 ജനറേഷൻ 1 ആണ് കേട്ടോ. ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടഡ് ബൈ ആമസോൺ ഇന്ത്യ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ സംഭവമൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ റിഫർബിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ശരിക്കും ആക്ച്വലി ഒറിജിനൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 2-3 കവർ ഉണ്ടായിരിക്കും. ഈ ഒരു ചട്ട കവർ അല്ലാണ്ട് അതിൻ്റെ ഒരു ബ്ലൂ കവർ കൂടി ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലായിരിക്കും ആ സംഭവം. പക്ഷേ ഇതിൽ നമുക്ക് ഈ ഒരു കവർ മാത്രമേ കിട്ടിയുള്ളൂ. അത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന് മുകളിലായിട്ട് തന്നെ നമുക്ക് 2-3 പാക്കേജിങ് കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, യൂസർ മാനുവൽ നമുക്ക് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഗൈഡ് കിട്ടുന്നുണ്ട്. ഈ സാധനം ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം, ഞാൻ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലാണ് ഈ സാധനം റാപ്പ് ചെയ്ത് തോന്നിട്ടുണ്ടാകുന്നത്, കണ്ടോ, നല്ല പേപ്പർ പാക്കേജിങ്. പിന്നെ താഴെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ചാർജർ 30 വാട്ടിൻ്റെ ചാർജറാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു ചാർജർ ഇതിൽ വർക്ക് ചെയ്യില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കണ്ട. റിഫർബിഷ്ഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ഇടിവെട്ട് നല്ല സൈസുള്ള ഒരു 30 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. അതാണെങ്കിൽ മാത്രമേ സാധനം വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ടാന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ലേറ്റസ്റ്റ് സാധനം ഒന്നല്ലല്ലോ. പക്ഷെ നമുക്കിത് ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമ്മുടെ റൂം ഓട്ടോമേഷൻ ചെയ്യാനും അതിനുപയോഗിച്ച ഡിവൈസുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് ഇത്ര നമ്മൾ 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ആണെങ്കിൽ സൂം ചെയ്യാം, ക്യാമറ 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, അലക്സ വാട്ട് ഈസ് ദ ടൈം നൗ? The time is 11:57 a.m. അത് പിന്നെ I hope you have a good morning. വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി രക്ഷയില്ലാട്ടാ.
എനിക്ക് ആക്ച്വലി പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓപ്പറേറ്റ് വരുന്നതുകൊണ്ട് തന്നെ. നല്ല സാധനം എത്ര ഉള്ളൂ, കണ്ടോ ഇത്ര ഉള്ളൂ സ്പീക്കർ, പക്ഷെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി. ഞാനിപ്പോൾ റീസെന്റ് ഗോവന്റെ ഒരു സൗണ്ട് ബാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഈ സാധനം അടുത്ത് കൂടെ പോകില്ല. അപ്പൊ എന്റെ താഴെ ഞാൻ സാംസങ്ങിന്റെ മെയിൻ ടി വി ഉപയോഗിക്കുന്നതിന് നമുക്കൊരു സൗണ്ട് ബാർ ഉണ്ടായിരുന്നു, 180 വാട്ടിന്റെ സൗണ്ട് ബാർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ഓൾമോസ്റ്റ് ക്വാളിറ്റി സാധനം ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ, അത്രയും സൗണ്ട് ക്വാളിറ്റി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഇതിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം, നമ്മൾ സ്മാർട്ട് ഹോമിനായാലും എല്ലാത്തും ഉപയോഗിക്കാം. അപ്പോൾ ഈ ലൈറ്റൊക്കെ നമ്മുടെ ഈ സാധനമൊക്കെ ഇതിലോ കണ്ടിട്ടൊക്കെ ഫാന്, AC, ലൈറ്റ്. ഇപ്പൊ ഞാൻ കാണിച്ചാൽ എന്റെ ട്യൂബ് ലൈറ്റ്. അലക്സ ടേൺ ഓൺ വിപ്രോ. Okay. കണ്ട, ഇത് ട്യൂബ് ലൈറ്റ് സ്മാർട്ട് ആൻഡ് വിപ്രോന്റെ ട്യൂബാണ്. അലക്സ ടേൺ ഓഫ് വിപ്രോ. Okay. ഇപ്പൊ ഓഫായി. പിന്നെ നമുക്ക് AC ഞാൻ പോണിട്ടുണ്ട്. ഇപ്പോ അലക്സ ഓഫായി, കണ്ടോ AC ഓഫായി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും. Sorry, I'm not. ഇനി നമുക്ക് എന്റെ ഫാനും ഉണ്ട്. ഫാനും ഞാൻ നമ്മുടെ ആറ്റംബർഗിന്റെ ഫാൻ എന്റെ എന്താ പറയാ സ്മാർട്ട് മോഡൽ അല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡിവൈസ് സ്മാർട്ട് അല്ലാത്ത ഡിവൈസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു IR ബ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്മാർട്ട് ആക്കട്ടെ. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ആറ്റംബർഗ് ഫാന് സ്മാർട്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊരു ചെറിയ ഡിവൈസാണ്. നമുക്കിത് ഹോം മെയ്ഡ് എന്നൊരു ബ്രാൻഡ് അവൈലബിൾ, പക്ഷെ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു സാധനം കിടിലൻ സാധനമാണ്, എല്ലാത്തിനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആമസോണിനാല് നമ്മുടെ എന്താ പറയാ ഇതായാലും iOS-നായാലും ആൻഡ്രോയിഡിനായാലും നമുക്ക് രണ്ടിടത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്പൊക്കെ നല്ല കിടിലൻ ആപ്പാണ്, നമുക്ക് എല്ലാത്തിലും അവൈലബിൾ ആണ്. ആപ്പിന്റെ പേര് എന്തായിരുന്നു, 4.6 ഒക്കെ റേറ്റിംഗ് വരുന്ന ആപ്പാണ്. സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞ ആപ്പാണ് കേട്ടോ, കണ്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഇക്കോഷോ ഡിവൈസുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആമസോൺ അലക്സ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് ഓഫ് ആക്കാം. അലക്സ ടേൺ ഓൺ പാനസോണിക് AC. Okay. ഉണ്ടോ, ഓണായി. അപ്പോൾ ഞാൻ ഈ റിമോട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എൻ്റെ പാനസോണിക് ACയുടെ റിമോട്ട് കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു ഹോട്ട് ആൻഡ് കൂൾ എഡിഷൻ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എൻ്റെ 1.5 ടണ്ണിൻ്റെ AC ആണ്, കണ്ടോ. मैं तापमान को केवल 16 और 30 के बीच सेट कर सकती हूँ. ഇതിനെ കുറിച്ച് പറയണ്ട, വേണ്ട മിണ്ടാണ്ട്. അലക്സ സ്റ്റോപ്പ്. അപ്പൊ കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് അല്ലാതെ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ അലാറം വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇടക്കിടക്ക് ന്യൂസ് പറയാൻ ഞാൻ പറയും. അപ്പോൾ നമുക്കിത് ഓവറോൾ ഒരു നല്ല പരിപാടി. നമുക്ക് കിടന്നുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസും കൊടുക്കാം, ഫാൻ ഓഫ് ആക്കാം. ഫാനാണെങ്കിൽ നമുക്ക് ഈ റിമോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഫോണിന് നമുക്ക് അതിൽ ആപ്പ് വരുന്നുണ്ട്, അപ്പോൾ ആവശ്യമില്ല. ഇത് നല്ല കിടിലൻ സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നിങ്ങളുടെ AC സ്മാർട്ട് അല്ലാത്ത AC ആണെങ്കിൽ നമുക്ക് ഇത് സ്മാർട്ട് ആക്കാം. ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇതിൽ റിമോട്ട് ആഡ് ചെയ്താൽ മതി. ഇതിന് എനിക്ക് തോന്നുന്നു 800 രൂപ സംതിങ് ആമസോണിലൊക്കെ അവൈലബിൾ ഉള്ളൂ. ഹോം മെയ്ഡിന്റെ തീരെ വാങ്ങിക്കേണ്ട, അത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇവരെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ടുണ്ടാവും, അവർ പറഞ്ഞാൽ അത് അലക്സാന്റെ കുഴപ്പമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ സാധനം ഉപയോഗിച്ചപ്പോൾ സുഖമായിട്ട് സാധനം വർക്ക് ചെയ്തു. അപ്പോൾ അലക്സാന്റെ ഇപ്പോൾ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഇത് 2 കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ഈ സാധനത്തിന്. 890 രൂപയാണ് ആമസോണിൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിവൈസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു റൂം നമ്മുടെ ഓട്ടോമേഷൻ ചെയ്തത്. ഫാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് ഓൾറെഡി സ്മാർട്ട് ലൈറ്റ് ആണ്. പിന്നെ AC ഓൾറെഡി സ്മാർട്ട് ഇതാണ്. എൻ്റെ ഫാൻ മാത്രമേ സ്മാർട്ട് അല്ലാണ്ട് ഇരുന്നുള്ളൂ, അത് വൈഫൈ കണക്ടിവിറ്റി ഇല്ലാത്തത്. അത് നമ്മൾ ഈ ഡിവൈസ് വെച്ചിട്ട് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ ഈ ലൈറ്റാണ്, അത് സ്മാർട്ട് പ്ലഗ് ത്രൂ ആണ്. പക്ഷേ ഈ ലൈറ്റും സ്മാർട്ട് ലൈറ്റ് തന്നെയാണ്, പക്ഷേ എന്നാലും നമ്മൾ സ്മാർട്ട് പ്ലഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അലക്സ ടേൺ ഓഫ് സ്മാർട്ട് പ്ലഗ്. കിട്ടു. അലക്സ ടേൺ ഓൺ സ്മാർട്ട് പ്ലഗ്. ഓണായി, കണ്ടോ. അപ്പൊ നമുക്ക് ഇത് ഇത്രയും കുറച്ച് ഡിവൈസുകൾ നമ്മൾ ആക്ച്വലി റൂമിൽ സ്മാർട്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ എല്ലാം സ്മാർട്ടാക്കാൻ ആവശ്യമില്ല. പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ പുറത്ത് വെച്ചേക്കുന്ന മീ ക്യാമറ, അതായത് നമ്മുടെ സ്മാർട്ട് എന്താ പറയുക CCTV ക്യാമറ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അലക്സ ഷോ ലൈവ് ഫുട്ടേജ് ഓഫ് മീ ക്യാമറ. കണ്ടു. വെയിറ്റിംഗ് ഫോർ ഷെയർമി എന്നിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ക്രീൻ വലുതുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ലൈവ് സ്ട്രീം കാണാം. ഫോൺ എടുത്ത് ആപ്പ് തുറന്ന് നോക്കൊന്നും വേണ്ട. നമുക്ക് മാക്സിമം ഞാൻ ആക്ച്വലി ഇപ്പം എൻ്റെ എന്താ പറയുക ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ടൈം കുറച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കണ്ണിന് ഭയങ്കര ഇതാണല്ലോ, ഭയങ്കര സ്ട്രെയിനാണ് ഈ സാധനമൊക്കെ, ഫോണിൻ്റെ സ്ക്രീനൊക്കെ. അപ്പോൾ അത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം എടുക്കുമെന്ന് വെച്ചാൽ ആ ആപ്പായിട്ട് ഞാൻ ആക്ച്വലി ആപ്പിൽ പാസ്വേഡ് സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പോൾ ഓൺ ആയി കണ്ടു, സൗണ്ട് വരെ കണ്ടു. എന്താ ഇപ്പോൾ ഇതിൽ നമ്മുടെ ആമസോണിൻ്റെ ഏതോ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ആളോട് വന്നിട്ടുണ്ട്, അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു എന്താ പറയുക ഓട്ടോമേഷൻ സെറ്റപ്പിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഡിവൈസ് ഒന്നും സ്മാർട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഈ സാധനം വാങ്ങിച്ചു വെച്ചാൽ പറ്റും. നമുക്ക് മെജോറിറ്റി എല്ലാ സാധനങ്ങളും ഇപ്പോൾ
എന്താ പറയുക TV ആയിക്കോട്ടെ, നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇതൊക്കെ സ്മാർട്ട് TV ആണ്. അപ്പോൾ സ്മാർട്ട് TV അല്ലേ, സ്മാർട്ട് മോണിറ്റർ ആണ് ഇതൊക്കെ സാംസങ്ങിൻ്റെ തന്നെ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ആക്കാൻ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടോ, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി വെച്ചിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സ്മാർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസ് അല്ലെങ്കിൽ പോലും നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് സ്മാർട്ട് ആക്കട്ടെ. ജസ്റ്റ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടോ, അതിൽ നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക റിമോട്ട് ആഡ് ചെയ്യാൻ വേണ്ടു. വേറെ ഒന്നും സംഭവം വേണ്ട, അത് എപ്പോഴും ഓണാക്കി വെക്കണം, അത്രേ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് പിന്നെ അത് ഡയറക്റ്റ് നമുക്ക് അലക്സ ആയിട്ട് ലിങ്കും ചെയ്യാം. അലക്സ അല്ലെങ്കിൽ ഗൂഗിളും ലിങ്ക് ചെയ്യാം. വർക്ക് വിത്ത് ഗൂഗിൾ ഹോം സിറി ഷോർട്ട് കട്ടിലും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ആമസോൺ അലക്സയിലും വർക്ക് ചെയ്യും കേട്ടോ ഈ സാധനം. മറ്റേതാകുമ്പോൾ ഹോം മേറ്റ് ആകുമ്പോൾ സിറി ഇല്ല, ബാക്കി രണ്ടെണ്ണുള്ളൂ കേട്ടോ. അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. 2 year വാറണ്ടി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു ടെസ്റ്റഡ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ബോക്സ് വരുന്നുണ്ട്. ഈ ബോക്സ് കണ്ടാൽ വലിയ സംഭവമൊന്നും ഇല്ല, അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാത്തത്. ഇതാണ്ടോ ആമസോണിൻ്റെ ലിങ്ക് സ്റ്റിക്കറാണ് ബാക്കിലുള്ളത്. TV നമുക്ക് റൂട്ടർ എല്ലാം നമുക്ക് ആക്കാം. എന്താ പറയുക, TV ആക്കാം, റൂട്ടർ ആക്കാം, AC ആക്കാം, എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, പിന്നെ എന്തിട്ടുള്ളത് വേണമെങ്കിൽ ലൈറ്റ്സ് ആക്കാം, ഫാൻസ് ആക്കാം, എന്ത് വേണമെങ്കിൽ ആക്കാം. റിമോട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് അത് സുഖമായിട്ട് എന്താ പറയുക സ്മാർട്ട് ആക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ റൂമിൽ സ്മാർട്ട് ആക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു അലക്സ ഡിവൈസോ അല്ലെങ്കിൽ ഗൂഗിൾ ഹോം ഡിലക്സ് വാങ്ങിച്ച് വെച്ചാൽ മതി. നല്ല ഇതിൽ നമുക്ക് ഇത് ഡിസ്പ്ലേ ഉള്ള സംഭവം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ന്യൂസും സംഭവങ്ങളൊക്കെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇക്കോഷോ 8 അല്ലെങ്കിൽ 10 വാങ്ങിക്കാൻ നോക്കിയത്. 10 പക്ഷേ ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്, ഒരു 24,000 രൂപയ്ക്ക്. അതിന് വേണമെങ്കിൽ നമുക്ക് റിഫർബിഷ് മോഡൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഫോട്ടോ ആണ്, നമ്മൾ ടൂർ പോയപ്പെടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഫോട്ടോ ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാം, അലാറം വെക്കാം, എല്ലാം നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ന്യൂസ് കേൾക്കണമെങ്കിൽ ന്യൂസ് കേൾക്കാം, യൂട്യൂബ് വീഡിയോ കാണണമെങ്കിൽ അത് കാണാം, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പാട്ട് കേൾക്കണമെങ്കിൽ പാട്ട് കേൾക്കാം. പാട്ടൊന്നും ഞാൻ വെച്ച് കാണിച്ചിട്ടില്ല, പണി കിട്ടും എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വെച്ചാൽ എന്താ പറയുക, നമുക്ക് പോളിസി ഇതിൽ വരും, വയലേഷൻ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു എന്താ പറയുക സ്മാർട്ട് ഹോം അല്ലെങ്കിൽ സ്മാർട്ട് റൂം വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ഓവറോൾ പ്രൈസ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഒരു 800 രൂപയും, അതുപോലെ തന്നെ ഈ സാധനത്തിന് എനിക്കൊരു 1300 രൂപ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, അത് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പക്ഷേ ബാക്കിയെല്ലാം എൻ്റെ സ്മാർട്ട് തന്നെയായിരുന്നു. AC സ്മാർട്ട് തന്നെയാണ്. ബേസിക്ക് ഞാൻ പ്രൈസ് വേണമെങ്കിൽ പറയാം. പാനസോണിക്കിൻ്റെ 1.5 എൻ്റെ 3 star AC ആണ്. ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ്. 43 റേഞ്ചിൽ വരുന്നുണ്ട്. അതാണ്. പിന്നെ നമുക്ക് നമ്മുടെ വിപ്രോന്റെ ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട്. അതിനൊരു 899 രൂപ RGB ഇല്ലാത്ത മോഡലിന് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ഇതിൻ്റെ ആറ്റംബർഗിൻ്റെ റിനേസാസ് സ്റ്റുഡിയോ പ്ലസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇൻബിൽഡായിട്ട് നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഉള്ളതാണ്. അതിനാണെങ്കിൽ നമുക്കൊരു 5000 റേഞ്ച് വരും. അതിൻ്റെ നോർമൽ റിമോട്ട് വേരിയൻ്റ് ആണെങ്കിൽ 3500 ആ റേഞ്ചിലേക്ക് വരും. എൻ്റെ നോർമൽ 3500 വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2-3 കൊല്ലമായിട്ടാണ്. ആദ്യം നമുക്ക് ഇനീഷ്യലി കുറച്ച് കംപ്ലൈൻറ്റ് വന്നാലും പിന്നെ കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിക്ക് ഫ്രീ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. 5 കൊല്ലം നമുക്കിപ്പോൾ വാറണ്ടി സാധനം ഫ്രീ ആയിട്ട് വാറണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ലെറ്റർ സംഭവം വരെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ മെയിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതും ആക്ച്വലി എൻ്റെ ഒരു ഹാലോനിക്സിൻ്റെ ഒരു സ്മാർട്ട് ബൾബാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ക്യൂബോൻ്റെ ഒരു സ്മാർട്ട് പ്ലഗ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മുമ്പ് വീഡിയോ ഇട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ എടുത്ത് വെച്ച് കാണിച്ചിരുന്നതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ 2500 രൂപയുടെ 2900 രൂപയുടെ ക്യൂബോൻ്റെ അല്ല നമ്മുടെ എക്കോ ഡിവൈസ് നോർമൽ ഇക്കോ ഡോട്ടൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് വെച്ചാലും നമുക്ക് ഇതുപോലെ ആക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ സംഭവമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലോക്ക് സംഭവമൊന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ക്ലോക്ക് സാധനമൊന്നും വേണ്ട. രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നൈറ്റ് മോഡിലേക്ക് ഇത് മാറിക്കോളും. ചെറിയ ഡിസ്പ്ലേ ആയിട്ടൊന്നും വരില്ല. ജസ്റ്റ് ചെറുതായിട്ട് ക്ലോക്ക് മാത്രമായിട്ട് കാണിക്കുന്ന ഡിസ്പ്ലേ വേണമെങ്കിൽ ആക്കാം. അതൊക്കെ നമുക്ക് അതിൽ സെറ്റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇക്കോ ഷോ മോഡൽസാണ് കുറച്ചും കൂടി വേർത്തായിട്ട് തോന്നിയത്. പ്രൈസ് ഉണ്ട്, അതാണ് കുറച്ച് കുഴപ്പം. പിന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ, റിഫർബിഷ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇക്കോഷോ 5 ആകുമ്പോൾ നമുക്ക് 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് നമുക്ക് റിഫർബിഷ് എഡിഷൻ കിട്ടുന്നുണ്ട്. സെയിൽസിലാണെങ്കിൽ 3000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ സെയിൽസ് വരുമ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ. വാറണ്ടി സംഭവമൊക്കെ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് അറിയിക്കും ആമസോണിൻ്റെ സപ്പോർട്ട് സൂപ്പറാണ്. ഞാൻ വന്ന പോലെ നമുക്ക് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഒറിജിനൽ സാധനം പിന്നെ അയച്ചെന്ന ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിഫർബിഷ് വാങ്ങിച്ചാലും ഒറിജിനൽ വാങ്ങിച്ചാലും നമുക്ക് 1 year വാറണ്ടി കിട്ടുന്നുണ്ട്. റീപ്ലേസബിൾ വാറണ്ടിയാണ്. 1 year എന്ത് കംപ്ലൈൻറ്റ് നല്ല ഒരു റീപ്ലേസ് ചെയ്ത് തരും. റിഫർബിഷ് ആണെങ്കിൽ പുതിയ റിഫർബിഷ് ഡിവൈസ് വരും. പുതിയതാണെങ്കിൽ പുതിയ ഡിവൈസ് വരും. കംപ്ലൈൻറ്റ് ആണെങ്കിൽ 1 year കേട്ടോ. അതാണ് അവരുടെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻ. കുഴപ്പമില്ലാത്ത ആമസോൺ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് റിഫർബിഷ് ഓർഡർ ചെയ്തത്, വേറെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സ്മാർട്ട് റൂം വീഡിയോ കേട്ടോ. അപ്പോൾ നന്നായി വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ നല്ല കമൻറ്റ്സും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് കൊണ്ടുപോയി പോയി കണ്ടുപോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും പേജിലും കോൺടാക്ട് ചെയ്യാം, ടെലിഗ്രാം ചാനലിലും കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പേജ് ഫോളോ അടിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്യൂബ് കമൻറ്റും ചെയ്യാം. ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GH പോലെ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത കാണാം. ബൈ.